ഫസ്റ്റ് നമുക്ക് കടലക്കറി തയ്യാറാക്കാം. 200 ഗ്രാം കടല നല്ലോണം കഴുകി 3 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തെടുക്കാം കേട്ടോ. സവാള 2 എണ്ണം ചെറുതായി അരിഞ്ഞെടുത്തത്, തക്കാളി 1 എണ്ണം കഷ്ണങ്ങളായി എടുത്തത്, വെളുത്തുള്ളി 5 ചെറിയ കഷ്ണങ്ങള്, ചെറിയ ഉള്ളി 5 എണ്ണം ചെറുതായി അരിഞ്ഞെടുത്തത്, വറ്റൽമുളക് 3 എണ്ണം, കറിവേപ്പില, തേങ്ങാപ്പാൽ 1 കപ്പ്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. കുതിർത്തെടുത്ത കടല കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 3 കപ്പ് വെള്ളം കൂടി ചേർത്ത് കുക്കർ ഒന്ന് അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കാവേ. പ്രീഹീറ്റ് ചെയ്ത പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ വെളുത്തുള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന്റെ നിറം ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് കൊടുത്തുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കടല അതിന്റെ ആ വേവിച്ച വെള്ളത്തോടൊപ്പം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനോടൊപ്പം കഷ്ണങ്ങളായി വെച്ചിരിക്കുന്ന തക്കാളിയും 1 പിടി കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4 മിനിറ്റ് നല്ലോണം ഇത് വേവിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങാപ്പാല് 1 കപ്പ് തേങ്ങാപ്പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കറി ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കടുകും കറിവേപ്പിലേക്ക് ഇട്ട് ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ. നമുക്കിത് കടലക്കറിയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഇളക്കരുത് കേട്ടോ. ഒരു 10 മിനിറ്റ് അതൊന്ന് അടച്ചു വെച്ചേ. ഫൈനലി ടേസ്റ്റി ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു അടിപൊളി കടലക്കറി ഇവിടെ റെഡി.